ചുരുങ്ങിയ കാലത്തിനിടയ്ക്ക് മനുഷ്യരെ കൊന്നു കുഴിച്ചുമൂടുന്ന സംഭവം ആലപ്പുഴയിൽ വർദ്ധിക്കുകയാണ്. നവജാത ശിശുക്കൾ മുതൽ വയോധികർ വരെ കൊലക്കത്തിക്ക് ഇരയാകുമ്പോൾ ഞെട്ടലിലാണ് നാട്ടുകാർ. മൃതദേഹങ്ങൾ കുഴിച്ചെടുത്ത് അന്വേഷണം നടത്തുന്നതിന്റെ ശീലം ആലപ്പുഴയിലെ പോലീസ് സേനയ്ക്ക് സ്ഥിരം സംഭവമാവുകയാണ്. ആലപ്പുഴ നഗരമധ്യത്തിൽ പൂങ്കാവിൽ സഹോദരൻ വയോധികയായ റോസമ്മയെ ചുറ്റികയ്ക്കടിച്ചു കൊന്ന് വീട്ടുവളപ്പിൽ കുഴിച്ചുമൂടി. 15 വർഷം മുമ്പ് മാന്നാർ സ്വദേശി കലയെ കൊന്ന് സെപ്റ്റിക് ടാങ്കിലിട്ട് മൂടിയത് ഈ വർഷമാണ് പുറത്തെടുത്തത്. തകഴി കുന്നുമ്മയിൽ നവജാത ശിശുവിനെ പാടത്ത് കുഴിച്ചിട്ടു. ചേർത്തലയിൽ പ്രസവിച്ചയുടൻ കുട്ടിയെ കൊന്ന് വീടിന് സമീപം കുഴിച്ചുമൂടി. കലവൂരിൽ സുഭദ്ര എന്ന വയോധികയെ സ്വർണം കവരാനായി കൊന്ന് വാടക വീടിന്റെ പറമ്പിൽ കുഴിച്ചിട്ടു. ഇപ്പോൾ വിജയലക്ഷ്മിയുടെ സംഭവവും. ഒരു വർഷത്തെ മാത്രം കണക്കെടുക്കുമ്പോൾ ഇങ്ങനെ 6 ഞെട്ടിക്കുന്ന സംഭവങ്ങൾ. കുറച്ച് ദൂരമുള്ള കൂട്ടാരോട് വന്നിട്ട് അവിടെ ഒരു പെണ്ണൊക്കെ ഒന്ന് കുഴിച്ചിട്ട് നമ്മൾ അവിടെ എന്നുള്ളത് അറിയാൻ മേലാത്ത രീതിയിലായി. നമ്മുടെ അടുത്തൊരു സംഭവം നടക്കുമ്പോൾ നമ്മൾ എട്ടത്തില്ലേ, എന്തുവാണ് നമുക്ക് അറിയണമല്ലോ, അതിനുവേണ്ടി ഞങ്ങൾ വന്നതാണ് ആവശ്യമായിട്ട്. എല്ലാ സംഭവങ്ങൾക്കുമുള്ള പൊതു സ്വഭാവം സംഭവം അറിഞ്ഞ് നാട്ടുകാർ ഞെട്ടുന്നു എന്നതാണ്. മാധ്യമങ്ങളിൽ വാർത്ത വരികയും പോലീസ് എത്തുകയും ചെയ്യുമ്പോഴാണ് കഴിഞ്ഞ ദിവസം വരെയും തങ്ങളുടെ കൺമുന്നിലൂടെ നടന്ന സാധാരണ മനുഷ്യൻ കൊലപാതകയാണെന്ന് അറിയുന്നത്. ഒരു പെണ്ണ് മിസ്സിംഗ് ഉണ്ട്, അങ്ങനെ അവർ പറഞ്ഞറിഞ്ഞു, അല്ലാതെ കറക്റ്റായിട്ടൊന്നും അറിയില്ല. കൊലപാതകമാണോ എന്താണെന്നും അറിയില്ലായിരുന്നു. നല്ലപോലെ തേങ്ങി പാർക്കുന്ന, പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ കേട്ടറിവുള്ള ഒരു സംഭവമല്ല, ഇത് ആദ്യമായിട്ടാണ്. ഓരോ കൊലപാതക കേസും അന്വേഷണം അതിന്റെ വഴിക്ക് നീങ്ങുമ്പോൾ ആലപ്പുഴക്കാർക്ക് സ്തോഭജനകമായ അടുത്ത സംഭവങ്ങളെത്തും. ഓരോ സംഭവങ്ങളും ഓരോ സ്ഥലത്താണ് എന്ന പ്രത്യേകത മാത്രം ബാക്കി. എല്ലാ അന്വേഷണങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ക്യാമറ ചലിപ്പിച്ച ഫൈസൽ നിർക്കുന്നതിനൊപ്പം യു ഷൈജു, മീഡിയ 1 ആലപ്പുഴ.